കുടിയേറ്റ നിയന്ത്രണം വൻതോതിൽ ഏർപ്പെടുത്തി UK സർക്കാർ പിന്നെയും മറ്റൊരു വമ്പൻ നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതെ, UK-യിലേക്കുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി റുവാണ്ട ബിൽ പാസാക്കി കഴിഞ്ഞു ബ്രിട്ടൻ പാർലമെന്റ്. റുവാണ്ടയിലേക്ക് അഭയാർത്ഥികളെ അയക്കുന്നത് സംബന്ധിച്ച വിവാദ ബില്ലാണ് ഇത്തരത്തിൽ പാസാക്കിയിട്ടുള്ളത്. അഭയാർത്ഥികളെ നാടുകടത്തുന്ന പ്രക്രിയ ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് ബിൽ പാസാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു വെച്ചത്. എല്ലാ മാസവും അഭയാർത്ഥികൾക്ക് വേണ്ടി ഒന്നിലധികം ചാർട്ടർ വിമാനങ്ങൾ സർവീസ് നടത്തും. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിമാനങ്ങൾ പറക്കുമെന്ന് തന്നെയാണ് ഋഷി സുനക് പറയുന്നത്. 2022 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ ആണ് ആദ്യമായി റുവാണ്ട ഡിപ്പോർട്ടേഷൻ ബില്ല് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ ബില്ല് ബ്രിട്ടന്റെ ആഭ്യന്തര അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ശക്തമായ എതിർപ്പുകൾക്കൊടുവിൽ സുപ്രീം കോടതിയുടെ വിധി മാനിക്കാതെ പുതിയ ബിൽ പാസാക്കിയിട്ടുണ്ടെങ്കിലും റുവാണ്ടയിലേക്ക് വലിയ തോതിൽ അഭയാർത്ഥികളെ അയക്കുകയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അധിക സുരക്ഷകളില്ലാതെ ഈ ബിൽ പാസാക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് കുറച്ചു നാളുകൾ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ബിൽ പാസാക്കുന്നതുവരെ തിങ്കളാഴ്ച രാത്രി വൈകിയും പാർലമെന്റ് ചേരുമെന്ന് സുനക് വ്യക്തമാക്കിയതോടെയാണ് എതിർത്തവർക്ക് വഴങ്ങേണ്ടി വന്നത്. ഈ ആഴ്ച അവസാനത്തോടെ ചാൾസ് രാജാവിന്റെ സമ്മതം കൂടി ലഭിച്ചാൽ ബിൽ നിയമമാകും. ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള അനധികൃത കുടിയേറ്റം തടയുകയും കള്ളക്കടത്തുകൾ തടയുകയുമാണ് റുവാണ്ട ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് ഇല്ലാതാക്കുക എന്ന സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണെങ്കിൽ തന്നെയും അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് നാടുകടത്തുന്ന പദ്ധതി മനുഷ്യാവകാശത്തിനെതിരാണെന്ന് തന്നെയാണ് ഇപ്പോഴും വിമർശകർ ശക്തമായി ഉന്നയിക്കുന്ന വാദം. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മനുഷ്യാവകാശ രേഖകളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇവർ അഭയാർത്ഥികളെ അപകട സാധ്യതയുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചേക്കാമെന്നും ആശങ്കപ്പെടുന്നുണ്ട്. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് അനുകൂലമായ വിധി വരാനുള്ള പദ്ധതി കൂടിയാണ് റുവാണ്ട ബിൽ. തിരഞ്ഞെടുപ്പ് സുനകിനും പാർട്ടിക്കും വെല്ലുവിളിയാണെന്നുള്ള വിലയിരുത്തലുകൾക്കിടയിൽ ബിൽ അവതരിപ്പിച്ചതോടെ സുനകിന്റെ ജയസാധ്യത വർദ്ധിക്കുകയാണ്. അതേസമയം നമ്മുടെ എല്ലാം ആശങ്ക റുവാണ്ട ബിൽ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും എന്നത് തന്നെയാണ്. 2023 1000-ലധികം ഇന്ത്യക്കാരാണ് യൂറോപ്പിൽ നിന്നും ഇംഗ്ലീഷ് ചാനൽ വഴി ചെറു ബോട്ടുകളിൽ UK-യിലേക്ക് കടന്നിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. UK-യിൽ ജോലിയും അഭയവും തേടിയെത്തുകയായിരുന്നു ഇവർ. 2023 അഭയം തേടിയെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 5000 കടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 18 മുതൽ 29 പ്രായപരിധിയിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും ഇതോടൊപ്പം തന്നെ ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റുവാണ്ട ബിൽ പ്രകാരം അനധികൃതമായി UK-യിൽ പ്രവേശിച്ച ഇന്ത്യക്കാരെ നാടുകടത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത് അവരുടെ ജോലിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലല്ലോ.